അതെ, കുടുംബ വീട്ടിലേക്ക് പോവുക. ഇതിന് മുന്നേ എല്ലാ കൊല്ലം ഇങ്ങനെ ഉണ്ട്. സ്ഥിരാണല്ലേ? ഇനിയിപ്പോ നാളെ കൂടി വരാൻ പറ്റുമെന്ന് വിചാരിക്കണ്ടോ? എന്താ സ്ഥിതി? ഇല്ല, വെള്ളം താന്നെങ്കിലേ വരാൻ പറ്റുള്ളൂ. വീട്ടിലൊക്കെ വെള്ളം കയറിയതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വെള്ളം കയറി വരുന്നുണ്ട്. ഒന്നാമത് ഇവിടുത്തെ ഡ്രൈനേജുകളൊക്കെ വീതി കുറവും ആയതുകൊണ്ട് ഈ കോർപ്പറേഷൻ തീരെ ക്ലീൻ ആക്കുന്നില്ല. ഡ്രൈനേജുകൾ വന്നിട്ട് ഒക്കെ അടഞ്ഞു കിടക്കുകയാണ്. കോർപ്പറേഷന്റെ അനാസ്ഥ മൂലമാണ് ഈ വെള്ളപ്പൊക്കം ഇങ്ങനെ ഉണ്ടാവാൻ, എല്ലാ വർഷവും ഉണ്ടാവാൻ കാരണവും. പിന്നെ ഇവിടുത്തെ വോളണ്ടിയേഴ്സ് അങ്ങനെ പോയി നോക്കുന്നെങ്കിൽ അവിടുത്തെയുള്ള പഞ്ചായത്ത് മെമ്പറോടൊക്കെ ചോദിച്ചിട്ട് ഒന്ന് വളർത്തിയിൽ അപ്പുറം ഇപ്പുറം കവർ ചെയ്യണം. കാരണം അല്ല മൊത്തം മത്സരം ഏത് പഞ്ചായത്താ? ഓക്കെ പറയാം. രാത്രി 2 മണിക്ക് വന്ന് നോക്കിയ കണ്ടീഷൻ ഇപ്പോഴും കിടപ്പുണ്ട്. വണ്ടിയൊന്നും പോകാൻ പറ്റത്തില്ല. അരയ്ക്ക് മേളിൽ വെള്ളമുണ്ട് സത്യത്തിനോട്. ബാക്കിയുള്ള ഭാഗത്തുള്ള കുളനട കുളനട ഭാഗത്തെ പറ്റി കൂടുതൽ അറിയത്തില്ല. എന്നാലും കൊണ്ട് വെള്ളമുണ്ട്. ഞങ്ങളുടെ കടയ്ക്കകത്ത് വെള്ളമുണ്ട്. ഇപ്പോഴും ഉണ്ട്. കിടക്കുക ചള്ളയുണ്ട്. ചള്ളയും വെള്ളവും കൂടെ ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ തൊട്ട് പട്ടിണിയാണ്. ഇന്നലെ തൊട്ട് ഞങ്ങൾ വിശന്നിരിക്കുവാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ വെള്ളത്തിൽ കുടിഞ്ഞ് പോകുന്നു. ചോറ് വെള്ളം കഴിക്കുന്നുണ്ട്.